അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. മോഡേൺ അറബിക് പ്രോസ് ആൻഡ് പോയട്രിയിലെ എല്ലാ വർഷവും തുടർച്ചയായിട്ട് ചോദിച്ചു വരാറുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നാം നോക്കിക്കൊണ്ടിരുന്നത്. ഏതായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ട്രേസ് ദ ഒറിജിൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് അറബിക് ഡ്രാമ. അറബിക് ഡ്രാമയുടെ ഒറിജിൻ, അതിൻ്റെ തുടക്കവും അതിൻ്റെ ഡെവലപ്മെൻറ്റുമാണ് ഈ ഒരു ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത്. പൊതുവെ എല്ലാ വർഷവും ഡ്രാമയെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഡ്രാമയെ ഒന്നെങ്കിൽ കോമൺ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അറബിക് ഡ്രാമയെ ചോദിക്കാം, അല്ലെങ്കിൽ മോഡേൺ അറബിക് ഡ്രാമയെ ചോദിക്കാം. ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റുന്ന ഉത്തരമാണ് അടിയിൽ കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഡ്രാമയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഇൻട്രോ ഏതായാലും നമുക്ക് ആദ്യം നോക്കാം. ഈ ഒരു ഭാഗത്ത് അതിൽ കൊടുത്തിട്ടില്ല, കാരണം ഇവിടെ ചോദിച്ചിട്ടുള്ളത് അറബിക് ഡ്രാമയെ കുറിച്ചാണ്. ഏതായാലും ഡ്രാമയെ കുറിച്ചുള്ള ഒരു ഇൻട്രോ പറയുകയാണെങ്കിൽ, ആദ്യകാലങ്ങളിലൊന്നും അന്ന് യൂറോപ്പിൽ ഉണ്ടായിരുന്ന രീതിയിൽ വളരെയധികം പോപ്പുലർ ആയിട്ട് അറബിയിൽ നാടകങ്ങളൊന്നും ഇല്ലായിരുന്നു, ഡ്രാമകളൊന്നും ഇല്ലായിരുന്നു. മറിച്ച് വളരെ ഒറ്റപ്പെട്ടുകൊണ്ട് ഡ്രാമയുടെ സാമ്യമായിട്ടുള്ള രീതിയിലുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അന്ന് കാലത്ത് ഈ ഒരു നമ്മൾ കാണിക്കാറില്ലേ, ഈ ഒരു ഷാഡോ പ്ലേ എന്നൊക്കെ പറയും. ഏതായാലും ആ ഒരു കാലത്ത് ഈ ഒരു കർട്ടൻ വെച്ചുകൊണ്ട് അതിൻ്റെ പിന്നിൽ ഒരാളിങ്ങനെ അഭിനയിക്കും, എന്നിട്ട് പുറകുന്ന ലൈറ്റ് അടിച്ചാണ്ട് നീല് കാണുന്ന ആ ഒരു രീതിയിലുള്ള ഷാഡോ പ്ലേകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്ന് കാലത്ത് ഒരുപാട് മക്കാമാത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള വലിയ കഥകളാണ്. നമ്മുടെ നോവലൊക്കെ പറയുന്നത് പോലെ അതിനേക്കാൾ വലിയൊരു രീതിയിലുള്ള കഥകളാണ് മക്കാമാത്തുകൾ എന്നൊക്കെ പറയുന്നത്. ആ തരത്തിൽ മക്കാമാത്തുകൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പണ്ട് കാലത്ത് അറേബ്യയിൽ ഒരാൾ എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒക്കെ അറേബ്യയിലെ പട്ടണത്തിൽ പോയിരുന്നു കൊണ്ട് അവിടെയുള്ള ആളുകളൊക്കെ ചുറ്റും ഒരുമിച്ച് കൂട്ടി അയാളിങ്ങനെ ആളുകളുടെ ഇടയിൽ നിന്ന് ഒരുപാട് ആളുകളെ വിളിക്കും. ആദ്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ വിളിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോട് വരാൻ പറയുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് അയാൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരാൾ മുന്നോട്ട് കടന്നു വരും. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനുമായിട്ട് ഒരു സംഭാഷണം നടക്കും. അതിനുശേഷം ഉമർ തങ്ങൾ വിളിക്കും. ആ ഒരു രീതിയിൽ ഒരു ചെറിയ രീതിയിലുള്ള ഡ്രാമ സെറ്റപ്പുകളൊക്കെ അറേബ്യയിൽ ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള, അന്ന് യൂറോപ്പിൽ ഉണ്ടായിരുന്ന രീതിയിലുള്ള ഡ്രാമകൾ എഴുതുക, എന്നിട്ട് അതിനെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുക, ആ ഒരു രീതിയിലുള്ള ഡ്രാമകളൊന്നും അറേബ്യയിൽ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നില്ല എന്ന് ചുരുക്കം. പിന്നീട് അറേബ്യയിലേക്ക് എങ്ങനെയാണ് ഡ്രാമ വരുന്നത്, അതാണ് നമുക്ക് ഈ ഒരു ആൻസർ എഴുതേണ്ടതുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക, ഈ ഒരു ഇൻട്രോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏതായാലും അറേബ്യയിലേക്ക് ഡ്രാമ വരുന്നതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് പറയുന്നത് അതിൽ ഒരു കാരണമാണ്. അന്ന് കാലത്ത് ഷാമിലെ പ്രദേശങ്ങളിലേക്ക് മുസ്തബിഷിരീൻ അഥവാ ഈ ചർച്ചിന്റെ ആളുകൾ കൂടുതലായിട്ട് ഷാമിലേക്ക് വരാറുണ്ടായിരുന്നു. ഈ ഷാം ഭാഗത്തൊക്കെ അവരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള പുണ്യ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അതൊക്കെ സന്ദർശിക്കാൻ അവർ ഷാമിലേക്ക് വരാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവർ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഏത് ഇത് നോക്കുകയാണെങ്കിലും, നോവൽ നോക്കുകയാണെങ്കിലും, ഷോർട്ട് സ്റ്റോറി ആണെങ്കിലും, ഡ്രാമയാണെങ്കിലും, എല്ലാ കാര്യങ്ങളും അതൊക്കെ യൂറോപ്പിൽ നിന്നാണ് അതിൻ്റെ സ്വാധീനമുള്ളത്. അഥവാ ഈ ഒരു മോഡേൺ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ, അഥവാ നമുക്ക് കവിതയൊക്കെ അറബിയിൽ പണ്ടേ ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഈ ഒരു മോഡേൺ ആയിട്ടുള്ള സാഹിത്യ ശാഖകളൊക്കെ നോക്കുകയാണെങ്കിൽ അത് യൂറോപ്പിൽ നിന്ന് എടുത്ത രീതിയിലാണ് നമ്മുടെ പാഠഭാഗത്തൊക്കെ അതിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെയും എന്താണ്, യൂറോപ്യൻ ചിന്താഗതിയിൽ നിന്നാണ് ഈ ഡ്രാമയും നമുക്ക് അറബിയിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കാം. അതിനുള്ള ഒന്നാമത്തെ കാരണം അന്നത്തെ ഷാമിലുണ്ടായിരുന്ന പുണ്യപ്രദേശങ്ങളിലേക്ക് അന്നത്തെ കാലത്തെ ചർച്ചിന്റെ ആളുകൾ യൂറോപ്പിൽ നിന്ന് സന്ദർശിക്കാൻ വരുമായിരുന്നു. ആ ഒരു കാലത്ത് ഇവിടെ എന്താണ്, അറബികൾ ഇവരുമായിട്ട് കൂടുതൽ കൂടിക്കലയാൻ തുടങ്ങി, യൂറോപ്യന്മാരുമായിട്ട് കൂടുതൽ കൂടിക്കലയാൻ തുടങ്ങി. ആ ഒരു രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ഡ്രാമ അറേബ്യയിലേക്ക് എത്തിയിരുന്നു. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത്, പ്രധാനമായിട്ടും ഡ്രാമ അറേബ്യയിലേക്ക് വരുന്ന ആ ഒരു ഘട്ടം എന്ന് പറയുന്നത് 1798 നാവില്യൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെപ്പോളിയൻ മിസ്ർ കീഴടക്കിയ ഒരു സമയത്താണ്. അദ്ദേഹം ഷാമിലൂടെ വന്ന് മിസ്ർ കീഴടക്കുന്ന ഒരു സമയം. ആ ഒരു കാലഘട്ടമാണ് ഈ നെപ്പോളിയന്റെ വിജയമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു അറബിക് സാഹിത്യത്തിൽ ഒരു പുതിയ ചരിത്രം തന്നെ തുടങ്ങുന്നത്. അതോടുകൂടെ നെപ്പോളിയൻ ഈ ഒരു അറേബ്യയിലെ ഈജിപ്തൊക്കെ കീഴടക്കലോട് കൂടെ തന്നെ കൂടുതൽ അറബികളും യൂറോപ്യരുമായിട്ട് കൂടുതൽ സംഭാഷണങ്ങളും കൂടുതൽ ഇടകലരാനും തുടങ്ങി. അതിലൂടെയാണ് പ്രധാനമായിട്ടും ഡ്രാമ അറേബ്യയിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ ഈ നെപ്പോളിയൻ വരുന്ന സമയത്ത് നമ്മുടെ പാഠഭാഗത്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. നെപ്പോളിയൻ വരുന്ന സമയത്ത് നെപ്പോളിയന്റെ കൂടെ കുറച്ച് ഡ്രാമ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ പോയിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ വന്നുകൊണ്ട് ഈ ഒരു അറേബ്യയിൽ ഒരുപാട് മസാരി എന്ന് പറഞ്ഞാൽ ഡ്രാമ പ്രദർശിപ്പിക്കുന്ന ആ തിയേറ്ററുകൾ പണിതു. അവിടെ വെച്ചാണ്ട് ഒരുപാട് നാടകങ്ങളും നടത്തുകയുണ്ടായി. പ്രധാനമായിട്ടും അന്ന് കാലത്തെ ഒരു നാടകങ്ങളൊക്കെ ഈ ഒരു നെപ്പോളിയന്റെ കൂടെ ഉണ്ടായിരുന്ന അവരുടെ ഭരണാധികാരികൾ, അവരുടെ ഉദ്യോഗസ്ഥന്മാർ, അവർക്കൊരു നേരം പോക്കിന് വേണ്ടിയിട്ട് എന്റർടൈൻമെന്റിന് വേണ്ടിയായിരുന്നു അന്ന് ഡ്രാമകൾ ആദ്യം തുടങ്ങി വെച്ചിട്ടുള്ളത്. പിന്നീട് ഈ ഒരു അറേബ്യയിലുള്ള ആളുകൾക്ക് കൂടെ, സാധാരണ കോമൺ പീപ്പിളിന് കൂടെ, സാധാരണക്കാർക്ക് കൂടെ പിന്നീട് ഡ്രാമ പ്രദർശിപ്പിക്കുകയായിരുന്നു. ആദ്യകാലത്ത് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമായിരുന്നു പ്രദർശിപ്പിച്ചിരുന്നത്. പിന്നീട് ഇത് സാധാരണക്കാർക്ക് കൂടെ തുറന്നു കൊടുക്കുകയായിരുന്നു. ഏതായാലും അതാണ് അറേബ്യയിലേക്കുള്ള ഡ്രാമയുടെ തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് അതിൻ്റെ
ഡെവലപ്മെന്റ് നോക്കുകയാണെങ്കിൽ നാലാമത്തെ പോയിന്റിൽ പറയുന്നു, ആദ്യമായിട്ട് ഈ ഒരു അറേബ്യയിൽ ഈ ഒരു മസ്രഹിയത്ത് ഡ്രാമയുടെ അതിന്റെ ആ ഒരു മേഖല അതിനെ കൊണ്ടുവരുന്നത് മാറൂൻ നക്കാഷ് ആണ്. മാറൂൻ നക്കാഷ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേരാണ്, മറക്കരുത്. മാറൂൻ നക്കാഷ് ആണ് അറേബ്യയിൽ ആദ്യമായിട്ട് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം തന്റെ ബൈറൂത്തിലുള്ള വീട്ടിൽ വെച്ച് 1847 അവസാന സമയത്ത്, അഥവാ 1847 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ബൈറൂത്തിലുള്ള വീട്ടിൽ വെച്ചുകൊണ്ട് അദ്ദേഹം അൽ ബഖീൽ എന്ന് പറയുന്ന ഒരു നാടകം ആദ്യമായിട്ട് പ്രദർശിപ്പിക്കുകയുണ്ടായി. പിന്നീടും അദ്ദേഹം ഒരുപാട് നാടകങ്ങൾ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട നാടകങ്ങളാണ് അബുൽ ഹസൻ അൽ മുഗഫൽ, അല്ലെങ്കിൽ ഹാറൂൺ റഷീദ്, അത് അല്ലെങ്കിൽ അൽ ഹസദു സലീദ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള നാടകങ്ങളാണ്. പിന്നീട് നമുക്കറിയാം, ഈ ഒരു നാടകം അറേബ്യയിലേക്ക് വരുന്ന സമയത്ത് അറേബ്യയിൽ എല്ലായിടത്തും ഒരേ സമയത്ത് നാടകം വരുന്നില്ല. മറിച്ച് ലബനാനിൽ ഒരു സമയത്ത്, മിസ്രിൽ വേറൊരു സമയത്ത്, ഷാമിൽ മറ്റൊരു സമയത്ത്, അതും ഒരുപാട് വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. അഥവാ ഈ ഒരു അറേബ്യയിൽ വന്ന് ഒരു 10-20 ഷാമിൽ വന്ന് ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഒരു പക്ഷേ മിസ്രിൽ വരുന്നത്. അതിനുശേഷം ഒരു 10-20 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും സിറിയയിൽ വരുന്നത്. അത്തരത്തിൽ ഒരുപാട് കാലവ്യത്യാസങ്ങൾക്ക് ശേഷമാണ് പലയിടങ്ങളിലും അറേബ്യയിൽ പലയിടങ്ങളിലും വരുന്നത്. ഏതായാലും അറേബ്യയിൽ കോമൺ ആയിട്ട് മാറൂൻ നക്കാഷാണ് ആദ്യം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നീട് ഓരോ നാടുകളിലേക്കും നമുക്ക് നോക്കാം. അഞ്ചാമത്തെ പോയിന്റ് അതാണ് പറയുന്നത്, യാക്കൂബ് സനു ആണ് ആദ്യമായിട്ട് മിസ്രിലേക്ക് ഈ ഒരു നാടകം കൊണ്ടുവരുന്നത്. 1876 ഏകദേശം നമ്മുടെ മാറൂൻ നക്കാഷ് അദ്ദേഹത്തിന്റെ നാടകം അൽ ബഖീൽ എന്നുള്ള നാടകം അവതരിപ്പിച്ചതിന്റെ ഏകദേശം 30 വർഷങ്ങൾ, ഏകദേശം 29-30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇദ്ദേഹം യാക്കൂബ് സനു കൊണ്ടുവരുന്നത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ 1876 അദ്ദേഹം കൈറോയിൽ വെച്ച് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നാടകം യാക്കൂബ് സനു മിസ്രിൽ എന്താണ് കൊണ്ടുവരുന്നത്. അദ്ദേഹം ഈ ഒരു സമയത്ത് അവിടുത്തെ മിസ്രിലെ ഭരണാധികാരിയായിരുന്ന ഇസ്മായിൽ ബാഷയിൽ നിന്ന് വളരെയധികം സ്വാധീനം ചെലുത്തുകയുണ്ടായി. അഥവാ ഇസ്മായിൽ ബാഷ ഇദ്ദേഹത്തിന് ഒരുപാട് സപ്പോർട്ടുകൾ നൽകുകയുണ്ടായി ഈ ഒരു ഡ്രാമ അദ്ദേഹം നടത്തിയതുകൊണ്ട് തന്നെ. പക്ഷെ അദ്ദേഹത്തിന് എന്താണ്, ആ ഒരു സമയത്ത് തന്നെ അദ്ദേഹത്തിന് മോലിർ മിസ്ർ എന്ന് പറയുന്ന ഒരു അപരനാമവും ഒരു സ്ഥാനപ്പേരും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം നൽകുന്നുണ്ട്. നമുക്കറിയാം, ഈ മോലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാൻസിലോ അല്ലെങ്കിൽ മറ്റുള്ള ഏതൊരു സ്ഥലത്തുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രാമാറ്റിസ്റ്റ് ആണ്. നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഷേക്സ്പിയർ എന്നൊക്കെ പറയുന്നത് പോലെ അന്ന് കാലത്തുണ്ടായിരുന്ന ഗ്രീക്കിലാണോ അല്ലെങ്കിൽ ഫ്രാൻസിലാണോ അറിയില്ല, ഏതായാലും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഡ്രാമാറ്റിസ്റ്റ് ആണ് മോലിയർ എന്ന് പറയുന്നത്. ഏതായാലും മോലിയർ മിസ്ർ എന്നാണ് യാക്കൂബ് സനുവിന് അദ്ദേഹം നൽകുന്ന നാമം. അടുത്ത പോയിന്റിൽ പറയുന്നത്, ആ ഒരു കാലത്ത് ഫ്രഞ്ച് നോവലുകളിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രഞ്ച് ഡ്രാമയിൽ നിന്ന് ഉസ്മാൻ ജലാൽ എന്ന് പറയും, മുഹമ്മദ് ഉസ്മാൻ ജലാൽ ഒരുപാട് ഡ്രാമകളെ അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അദ്ദേഹം അതിന് മിസ്രി ആയിട്ടുള്ള അറബിയുടെ ചായം കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അത് ജനങ്ങളിലേക്ക് പ്രദർശിപ്പിക്കുകയും ചെയ്തു. അത് ചായം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ നിന്നുള്ള ആ ഒരു ആശയങ്ങളൊക്കെ എടുത്ത് അറേബ്യൻ സാഹചര്യത്തിൽ ആ ഒരു ഡ്രാമ നടന്നാൽ എങ്ങനെ ഉണ്ടാവും ആ ഒരു രീതിയിൽ അതിനെ അവതരിപ്പിച്ചു. കാരണം ഒരുപാട് യൂറോപ്പും അറേബ്യയും തമ്മിൽ ഒരുപാട് കൾച്ചറൽ ഡിഫറൻറ്റ് ഉണ്ടാകും. ആ ഒരു രീതിയിൽ അറേബ്യയിലെ ആ ഒരു കൾച്ചറിനനുസരിച്ച് ആ ഡ്രാമയെ അദ്ദേഹം പ്രദർശിപ്പിച്ചു. പിന്നീട് നോക്കുകയാണെങ്കിൽ സിറിയയിൽ ഈ ഒരു നാടകത്തിനെ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് അദ്ദേഹമാണ്. ഈ ഒരു സിറിയയിലെ മുഅസ്സിസുൽ മസ്രഹിയ എന്ന് പറയുന്നത് അദ്ദേഹം ആരാണ്? അഹ്മദ് അബു ഖലീൽ ഖബ്ബാനിയാണ്. 1833 മുതൽ 902 വരെയാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളത്. അദ്ദേഹമാണ് ഈ ഒരു സിറിയയിലെ മുഅസ്സിസുൽ മസ്രഹിയത്ത് അഥവാ ഈ ഒരു ഡ്രാമയുടെ ഫാദർ ഓഫ് ഡ്രാമ എന്നൊക്കെ പറയാലോ. ആ ഒരു രീതിയിൽ അതിന്റെ മുഅസ്സിസ് എന്ന് പറഞ്ഞാൽ സ്ഥാപകനായിട്ടുള്ളത് അഹ്മദ് അബു ഖലീൽ അൽ ഖബ്ബാനിയാണ്. അതേപോലെ തന്നെ ഖബ്ബാനി അദ്ദേഹത്തിന്റെ ടീമിനെയും കൊണ്ട് ഈ സിറിയയിലേക്ക് ദിമഷ്ക് അഥവാ ഡമസ്കസിൽ നിന്നാണ് വരുന്നത്. അവർ ഈ ഒരു അറബിക് ഡ്രാമയിൽ ഒരു പുതിയ ഒരു ഘട്ടം തന്നെ തുറന്നു വെക്കുന്നുണ്ട്. അവർ കൂടുതലായിട്ടും ഒരു താരീഖി ആയിട്ടുള്ള അഥവാ ചരിത്രപരമായിട്ടുള്ള അറേബ്യയുടെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവർ കൂടുതലായിട്ടും ഡ്രാമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യം അവർ എഴുതിയിട്ടുള്ള പ്രധാന ഡ്രാമകളിൽ ഒന്നാണ് അൻതറ, രണ്ടാമത്തത് അൽ അമീർ മഹ്മൂദ് എന്നുള്ളതൊക്കെ. അടുത്ത പോയിന്റിൽ പറയുന്നത് മുസ്തഫ കാമിലാണ്. മുസ്തഫ കാമിൽ 1874 മുതൽ 908 വരെ ജീവിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം അറബിക് ഡ്രാമയിൽ കൂടുതലായിട്ടും ഇസ്ലാമിക് അറബിക് ഹിസ്റ്ററിയെ കുറിച്ചാണ് കൂടുതലായിട്ടും അദ്ദേഹം ഡ്രാമ ഉണ്ടാക്കിയിരുന്നത്. അന്നത്തെ കാലത്തുള്ള രാജാക്കന്മാരെ കുറിച്ച് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ ആയിരുന്നു അദ്ദേഹം ഡ്രാമ എഴുതിയിരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു ഡ്രാമയാണ് ഫതുഹുൽ ഉന്ദുലുസ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രാമ കൂടിയാണ്. പിന്നീട് ജോർജ് അബിയദ് എന്നുള്ള വ്യക്തി കൂടുതലായിട്ടും അന്ന് കാലത്ത് മസ്രഹിയത്തുൽ ഇനാദിയ അഥവാ ഒരു കാവ്യാത്മകമായിട്ടുള്ള ഡ്രാമകളായിരുന്നു പ്രദർശിപ്പിച്ചിരുന്നത്. എന്നാൽ അതിന് പകരമായിട്ട് ഇദ്ദേഹം ജോർജ് അബിയദ് അവിടെ കൂടുതൽ ഈത്തിമായി ആയിട്ടുള്ള അഥവാ മസ്രഹിയത്തുൽ ഈത്തിമായി എന്ന് പറഞ്ഞാൽ കൂടുതൽ സോഷ്യൽ ആയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഡ്രാമകൾ അദ്ദേഹം എഴുതാൻ തുടങ്ങുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഖലീൽ മത്റാൻ ഷേക്സ്പിയറിന്റെ ഒരുപാട് നാടകങ്ങൾ, ഷേക്സ്പിയറിന്റെ പ്രസിദ്ധമായിട്ടുള്ള മാക്ബത്ത് പോലെയുള്ള അതേപോലെ തന്നെ ഒതെല്ലോ പോലെയുള്ള ഒരുപാട് നാടകങ്ങൾ
അദ്ദേഹം അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് തന്നെ ഏകദേശം 1892 മുതൽ 922 വരെ ജീവിച്ചിട്ടുള്ള മഹ്മൂദ് തൈമൂർ ഒരു മോഡേൺ അറബിക് ഡ്രാമയിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വം തന്നെയാണ്. അദ്ദേഹം അൽ അസ്ഫോർ, അതേപോലെ തന്നെ അബ്ദുൽ സത്താറുൽ അതേപോലെ തന്നെ അൽ അഷ്റത്തു ത്വയ്ബ എന്നൊക്കെ പറയുന്ന ഒരുപാട് നാടകങ്ങൾ അദ്ദേഹം എഴുതുന്നുണ്ട്. ഈ ഒരു 3 നാടകങ്ങൾ ഒരു ഉദാഹരണത്തിന് കൊടുത്തിട്ടുള്ളതാണ്. പിന്നീട് അടുത്ത പോയിന്റിൽ പറയുന്നത് ഇബ്രാഹിം റംസി എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ ഒരു ഡ്രാമാറ്റിസ്റ്റ് ഒരുപാട് ഡ്രാമകൾ എഴുതുന്നുണ്ട്. അദ്ദേഹം പ്രധാനമായിട്ടും മൽഹാത്ത് എന്ന് പറഞ്ഞാൽ കൊമേഡിയൻ ഡ്രാമകൾ, കോമഡി ഡ്രാമകൾ അദ്ദേഹം എഴുതുമ്പോൾ ആമിയ വളരെ കോമൺ ആയിട്ടുള്ള സാധാരണക്കാർ പറയുന്ന ആ ഒരു സ്ലാങ് ഉണ്ടല്ലോ, ആ സ്ലാങ്ങിലായിരിക്കും അദ്ദേഹം എഴുതുക. അതേപോലെ തന്നെ അദ്ദേഹം ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഡ്രാമകൾ എഴുതിയിട്ടുണ്ട്. ആ ഡ്രാമകളാണെങ്കിൽ വളരെയധികം നല്ല സാഹിത്യ അറബിയിലുമായിട്ടാണ് അദ്ദേഹം എഴുതാറുണ്ടായിരുന്നത്. അദ്ദേഹം എഴുതിയിട്ടുള്ള ആദ്യ നാടകം എന്ന് പറയുന്നത് അൽ ഹാക്കിമു ബി അംറില്ല എന്നുള്ള നാടകമാണ്. അതൊരു താരിഖി ആയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ കൂടിയാണ് അത്. പിന്നീട് നമുക്ക് അടുത്ത പോയിന്റിൽ പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ യൂസുഫ് അഹബി എന്ന് പറയുന്ന ഒരു ഡ്രാമാറ്റിസ്റ്റ് ഒരു റംസീസ് എന്ന് പറയുന്ന ഒരു മസ്രഹ്, ഒരു തിയേറ്റർ ഉണ്ടാക്കുന്നുണ്ട്. ആ തിയേറ്ററിൽ വെച്ച് അവിടെ വെച്ച് അള്ളബാഹ്, ഔലാദുൽ ലവാത്ത്, ഔലാദു ഷവാരി എന്ന് പറയുന്ന ഡ്രാമകളൊക്കെ ആ ഒരു തിയേറ്ററിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഹുക്കൂമത്തുൽ മിസ്രിയ, ഈജിപ്ഷ്യൻ ഗവൺമെന്റ് ഒരു ലജ്നത്തുൽ മസ്രഹിയ, ഈ ഒരു ഡ്രാമക്ക് വേണ്ടിയിട്ട് ഒരു സംഘടന, ഒരു കമ്മിറ്റി തന്നെ തുടങ്ങുന്നുണ്ട്. ലജ്നത്തുൽ മസ്രഹിയത്ത് അവർ തുടങ്ങുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മസ്രഹിയത്തിന്റെ ആ ഒരു ഡ്രാമയുടെ ആ ഒരു കമ്മിറ്റിയിൽ അന്ന് കാലത്തുണ്ടായിരുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള സാഹിത്യകാരന്മാരെയും വലിയ വലിയ വ്യക്തിത്വങ്ങളെയൊക്കെ അതിൽ മെമ്പേഴ്സ് ആക്കുകയും ചെയ്യുന്നുണ്ട്. ഏതുപോലെ അഹമ്മദ് മാഹിറിനെ പോലെയുള്ള, മുസ്തഫ അബ്ദുൾ റാസിഖിനെ പോലെയുള്ള, തോഹ ഹുസൈനെ പോലെയും, തൗഫീഖുൽ ഹക്കീം, ഖലീൽ മത്റാൻ, അവരല്ലാതെ ഒരുപാട് ആളുകൾ ആ ഒരു കമ്മിറ്റിയിൽ അംഗങ്ങളാവുന്നുണ്ട്. ആ ഒരു സമയത്ത് തന്നെ ഒരു ഡ്രാമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, മഹദ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും തുടങ്ങുന്നുണ്ട്. അതിന്റെ ഒരു മുദീറായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു കോർഡിനേറ്റർ ആയിട്ട് സക്കി തൊലൈമാത്തിനെയാണ് അവർ ഏൽപ്പിക്കുന്നത്. ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനമായിട്ടും ഡ്രാമയുടെ മബാദികൾ, അതിന്റെ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ്, ഡ്രാമയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആയിരുന്നു ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ നൽകിയിരുന്നത്. അന്ന് കാലത്ത് നമ്മൾ ഈ മോഡേൺ അറബിക് ഡ്രാമ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് തൗഫീഖുൽ ഹക്കീം എന്ന് പറയുന്നത്. മസ്രഹത്തുൽ നസ്രിയ, അതേപോലെ മസ്രഹത്തുൽ നസ്രിയയിൽ തൗഫീഖുൽ ഹക്കീമാണ് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വ്യക്തിത്വം. മസ്രഹിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം, മസ്രഹിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലില്ല, നമുക്ക് ഏതായാലും ഈ ഒരു ഭാഗം ഒന്നുകൊണ്ട് പറയാണ്. മസ്രഹിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 രീതിയിൽ വരാറുണ്ട്. മസ്രഹത്തുൽ ഇനായിയ വരാറുണ്ട്, മസ്രഹത്തുൽ നസ്രിയ വരാറുണ്ട്. മസ്രഹത്തുൽ ഇനായിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കവിതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടുള്ള കാവ്യാത്മകമായിട്ടുള്ള ഡ്രാമകളാണ്. നസ്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് പറയുന്ന രീതിയിലുള്ള നമ്മൾ ഇന്ന് കാണുന്ന ഡ്രാമകളൊക്കെയാണ് കൂടുതൽ നസ്രിയ എന്ന് പറയുന്നത്. നമ്മുടെ പാഠഭാഗത്തൊക്കെ അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ ഒരു അന്ന് കാലത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് തൗഫീഖുൽ ഹക്കീം. അദ്ദേഹത്തിന്റെ ഒരുപാട് നിരന്തരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ കൊണ്ട് അദ്ദേഹം ഈ ഒരു അറബിക് ഡ്രാമയെ ഒരു ലോകോത്തര നിലവാരത്തിൽ, ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് അദ്ദേഹം ഉയർത്തുന്നുണ്ട്. അറബിക് ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമാന്യം മറ്റുള്ളതിനോടൊക്കെ തുലനം ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും അവസാന കാലത്ത് വരുന്നതാണ്. കാരണം അതിന് മുമ്പ് തന്നെ ഗ്രീക്ക് ഡ്രാമയുണ്ട്, യൂറോപ്പിലാണെങ്കിൽ അന്ന് കാലത്ത് ഇംഗ്ലീഷ് ഡ്രാമകൾ റോമിലുണ്ട്, അതേപോലെ തന്നെ ഫ്രഞ്ചിലുണ്ട്, അതേപോലെ തന്നെ അമേരിക്ക, ഒരുപാട് കാലങ്ങളിലൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ അറേബ്യയിൽ ഡ്രാമ തുടങ്ങുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഡ്രാമ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ഈ ഒരു അറബിക് ഡ്രാമയെ ഈ ഒരു ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് പാടുണ്ട്. അതുകൊണ്ട് തന്നെ തൗഫീഖുൽ ഹക്കീം ഈ ഒരു മേഖലയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വ്യക്തി തന്നെയാണ്. ഇനി തൗഫീഖുൽ ഹക്കീമിന് ശേഷം മറ്റൊരാൾ ഈ ഒരു മേഖലയിൽ അറിയപ്പെടുന്നുണ്ടെങ്കിൽ അത് അലി അഹമ്മദ് ബാക്കസീർ ആണ്. ഈ മസ്രഹിയത്തിന്റെ കാര്യത്തിൽ തൗഫീഖുൽ ഹക്കീമിന് ശേഷം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വ്യക്തിയാണ് അലി അഹമ്മദ് ബാക്കസീർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഡ്രാമയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കി വെക്കാറുള്ളത്. അതേപോലെ തന്നെ ഇത് വളരെയധികം ഷോർട്ട് ആയിക്കൊണ്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഡ്രാമ ഒരു വലിയൊരു യൂണിറ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. വളരെ സിമ്പിൾ ആക്കിക്കൊണ്ട് നമ്മൾ അതിന്റെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഏതായാലും നമ്മളിവിടെ സിമ്പിളായിട്ട് ഏറ്റവും ചെറിയ രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ ഇത്തരത്തിൽ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ട്. നമുക്ക് റീഡ് ദ ഫോളോയിങ് പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള ഈ ഒരു പാരഗ്രാഫ് വായിക്കാനും എന്നാൽ അതിന് തുടർന്ന് വരുന്ന ക്വസ്റ്റ്യൻസിന് ഈ പാരഗ്രാഫിൽ തന്നെ അതിന്റെ ഉത്തരം ഉണ്ടാവും. ആ ഉത്തരം എഴുതാനുള്ളതാണ്. അഥവാ നമുക്കറിയാം, ഇത് നമ്മൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും, കാഫി മനസ്സിൽ മുൻഫരിദ്ദീൻ എന്ന് പറയുന്ന നമ്മുടെ അൽ അർമിലത്ത് വൈബിനുവ എന്നുള്ള ആ ഒരു ഭാഗത്തു നിന്നാണ് ഈ ഒരു പാഠം, അഥവാ നമ്മുടെ ടെക്സ്റ്റിലെ ആദ്യത്തെ കഥ
ആ കഥ തന്നെയാണ് ഈ ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഇത് ഓരോ പരീക്ഷയ്ക്കും വ്യത്യാസം വരും. നമ്മളിവിടെ ഇതിനെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മോഡൽ, ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാറുണ്ട്, ആ ഒരു മോഡൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ പരാമർശിക്കുന്നത്. അല്ലാതെ എല്ലാ വർഷവും എന്താണ് ഈ ഒരു സാധനം മാറിക്കൊണ്ടേ വരും. ഇപ്പോൾ ഈ ഒരു പാഠം നിന്നാണെങ്കിൽ അടുത്ത വർഷം വേറെ പാഠം നിന്നായിരിക്കും, പിന്നത്തെ വർഷം വേറെ പാഠം നിന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ മനസ്സിലാക്കി വെക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഏതായാലും ആദ്യം ഒരു ടെക്സ്റ്റ് വായിക്കുക, എന്നിട്ട് അതിനുശേഷമുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആൻസറിന് കൂടെ നമ്മൾ ആൻസർ ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. കാരണം മൻകാനും ഫി മനസ്സിൽ മുൻഫരിദീൻ, ആ ഒരു തനിച്ച് വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? അവിടെ ആ ഒരു സ്ത്രീയും അതിൻ്റെ ആ ഒരു വിധവയായിട്ടുള്ള സ്ത്രീയും അവരുടെ മകനുമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ ഒരു ശക്തമായിട്ട് കാറ്റടിച്ചു പോയ സമയത്ത് ഈ കുട്ടി എന്താണ് ചെയ്തിരുന്നത്? ആ കുട്ടി ആ ഒരു വിളക്കിലേക്ക് ഇങ്ങനെ നോക്കും, പിന്നീട് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കും. ആ ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, എന്തുകൊണ്ടാണ് ഈ ഒരു കുട്ടി ഉമ്മയുടെ അടുത്തേക്ക് നീങ്ങിയത്? ഉമ്മയുടെ അടുത്തേക്ക് എന്തിനാണ് നീങ്ങിയത്? ശക്തമായിട്ടുള്ള പ്രകൃതിയുടെ ഒരു കോപം, ആ ശക്തമായിട്ടുള്ള കാറ്റൊക്കെ കണ്ടപ്പോൾ ആ കുട്ടി പേടിച്ചുകൊണ്ടാണ് ആ ഉമ്മയുടെ അടുക്കലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, മാതാഫാലത്തിലും ആ കുട്ടി കൂടുതൽ ഉമ്മയിലേക്ക് അടുക്ക് വന്നപ്പോൾ ഉമ്മ എന്താണ് ചെയ്തത്? ഉമ്മ ആ കുട്ടിയെ എടുക്കുകയും ആ കുട്ടിയെ മാറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ കുട്ടിയെ ഉമ്മ വെച്ചു. പിന്നീട് ആ കുട്ടിയെ തന്റെ കാലുകളുടെ മേൽ ഇരുത്തിക്കൊണ്ട് ആ കുട്ടിക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കുകയായിരുന്നു. അവസാനത്തെ ചോദ്യം നോക്കൂ, ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? എന്തൊരു പാഠമാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഈ പ്രകൃതിയുടെ പ്രളയമാണെങ്കിലും മറ്റുള്ള പ്രക്ഷോഭങ്ങളും പ്രകൃതിയുടെ ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ മനുഷ്യന്റെ നിസ്സഹായതയും ബലഹീനതയൊക്കെ കാണിക്കാനും പ്രകൃതിയുടെ ശക്തി കാണിക്കാനും വേണ്ടിയിട്ടാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ എല്ലാ കാര്യങ്ങൾക്കും ശേഷം, ഈ ദുരന്തങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ശേഷം, അത് ശക്തമായ മയക്കും കാര്യങ്ങൾക്ക് ശേഷം മനുഷ്യനോട് മനുഷ്യന് കൂടുതൽ വാത്സല്യവും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. അഥവാ അത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ശൈത്യകാലവും അതുപോലെ തന്നെ ഹേമന്തകാലമൊക്കെ വന്നതിന് ശേഷം ഒരു വസന്തകാലം വരാറുണ്ട് എന്ന് പറയാറുണ്ടല്ലോ, ആ ഒരു രീതിയിൽ അതൊക്കെയാണ് നമുക്ക് ഈ ഒരു മനസ്സിലാവുന്നത്. അഥവാ എല്ലാ പ്രയാസങ്ങൾക്കും ശേഷം ഒരു സുഖം വരാനുണ്ട് എന്നുകൂടിയാണ് ഈ ഒരു പാഠം നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പാഠം തന്നെ ഉള്ളതാണ്. ഇതൊക്കെ നമ്മൾ വായിച്ച് നോക്കി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് തന്നെയാണ്. നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ നല്ല രീതിയിൽ നമുക്ക് എന്താണ് എല്ലാത്തിനും കഥ മനസ്സിലാക്കിയാൽ മതിയാവുമല്ലോ. അത് കാരണം ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നുള്ളൂ, അതിൻ്റെ കഥ മനസ്സിലാക്കിയാൽ മതിയാവും. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമ്മൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങൾ കഥ ഇങ്ങനെ കേട്ട് പോയി കഴിഞ്ഞാൽ തന്നെ മതിയാവും. അഥവാ നമ്മൾ ക്ലാസ് എടുത്ത രീതി എങ്ങനെയാണ്, നമ്മൾ ക്ലാസ് എടുത്ത രീതി തന്നെ എങ്ങനെയാണല്ലോ, നമ്മൾ അങ്ങനെ കഥ പറഞ്ഞു പോയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ഉപകാരപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതല്ലെങ്കിൽ വേറെ ക്ലാസ്സുകളുണ്ടെങ്കിൽ വേറെ ക്ലാസ് കേട്ടാലും മതി, നമ്മുടെ ക്ലാസ് തന്നെ കേൾക്കാൻ നിർബന്ധമൊന്നുമില്ല. മറിച്ച് ആ ഒരു പാഠഭാഗത്തിന്റെ ആശയം നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത് അതുകൂടെ നമ്മൾ മനസ്സിലാക്കണം. ഏതായാലും നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.